തന്നെ കാലത്തിന്റെ ഉദാഹരണമായി മാതൃഭൂമി ദിനപത്രമടക്കമുള്ളവർ ഇന്ന് ഓർപ്പിക്കുന്നു. എന്നെ കേൾക്കാനെത്തുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് മലയാളത്തിന്റെ മണ്ണിൽ മുസ്ലിമായി ജനിച്ചവർ മുഴുവനും പ്രതിഷേധത്തിന്റെ പ്രതികാരാഗ്നി ചുറ്റിക്കയറുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആദ്യമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ പിതാവിനെ പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം മനസ്സിന് വേദന ഉണ്ടാവില്ല. നമ്മുടെ മാതാവിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് അതിനേക്കാൾ വേദന ഉണ്ടാവില്ല. മാതാവിനേക്കാളും പിതാവിനേക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും നമ്മൾ സ്നേഹിക്കുന്ന وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره. നിങ്ങളുടെ മാതാവിനെക്കാളും നിങ്ങളുടെ പിതാവിനെക്കാളും നിങ്ങളുടെ ഭാര്യയെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും സ്ഥാവര ജംഗമ സ്വത്തുക്കളായി നിങ്ങളെ കെട്ടിപ്പൊക്കിയ നിങ്ങളുടെ സമ്പത്തുകളെക്കാളും അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്ന് നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തെക്കാളേറെ നമ്മുടെ ജീവനേക്കാളേറെ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ചങ്കിലെ ചോരയായ നമ്മുടെ ഹൃദയത്തിന്റെ തേജസ്സായ ഏത് സമയത്തും ഏത് പ്രവാചകനോടുള്ള ഹുബ്ബിനോടും അനുരാഗത്തോടും നമ്മുടെ ഹൃദയം പ്രതികരിക്കുന്നു. നമ്മുടെ കൽവിന്റെ കരുതായ അല്ലാഹുവിന്റെ റസൂലിനെ അധിക്ഷേപിച്ചുകൊണ്ട് മാതൃഭൂമിയുടെ പത്രത്തിന്റെ എഡിറ്ററുടെ കൈപ്പടവാദവരെ ന്യായീകരിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിനെതിരെ അപവാദത്തിന്റെ പരിഹാസത്തിന്റെ കൂടമ്പുകളെ കൊണ്ട് എന്നെ കേൾക്കാനെത്തുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു വൈകാരികത ഉണർത്തുന്നൊരു പ്രസംഗം ഞാൻ നടത്തുകയല്ല. പക്ഷേ ഈ സദസ്സിൽ വെച്ച് ധാർമ്മികമായിട്ട് നമുക്ക് ബാധ്യതയുണ്ട്. ഇസ്ലാമിന്റെ പ്രഥമമായ ബാധ്യതയുണ്ട്. ആദ്യമായി ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ വലത് ചെവിയിൽ കേട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, വിശ്വാസത്തിന്റെ പ്രഥമ പടിയിലോട്ട് കടന്നു വന്ന ഏകത്വത്തിന്റെ വാക്കിന്റെ രണ്ടാമത്തെ ഭാഗമായ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന്റെ നാമം നമ്മുടെ നെഞ്ചിലോട് ചേർക്കുമ്പോ ആ പ്രവാചകനെ മഞ്ഞപത്രമായ മുത്തച്ചിപത്രമായ ഇതാദ്യമായിട്ടല്ല മാതൃഭൂമിക്ക് വന്ന കൈപ്പടയല്ല. നിങ്ങൾ പറയും ബാക്കവി ചാകൻ എഴുതി കാണിക്കുന്നുണ്ടല്ലോ, ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. അവര് നാളെ പത്രത്തിലെ ഖേദം പ്രകടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1982 മുതൽ ഇസ്ലാമിക ശരീഅത്തിനെതിരെ, ഇസ്ലാമിക സംസ്കാരത്തിനെതിരെ, ബ്രാഹ്മണീയ മേധാവിത്വത്തിന്റെയും ഫാസിസത്തിന്റെയും കുറുക്കങ്ങൾ കൊണ്ട് വിമർശിക്കുന്ന മാതൃഭൂമി, ആ മാതൃഭൂമിക്ക് അറിയാതെ വന്നപോയൊരു കൈത്തട്ടല്ലാതെ ഇതേവരെ ആരും പറയാത്ത മേച്ചമായ ഭാഷ ഉപയോഗിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കുമ്പോ പൊറുക്കില്ല. 1000 വട്ടം മാപ്പ് ചോദിച്ചാലും മനസ്സിൽ നിന്ന് പൊറുക്കില്ലെന്ന് 1000 വട്ടം പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞാൽ സഹിക്കാൻ കഴിയോ? നമുക്ക് എന്തെങ്കിലും ഒരു ഭൗതികമായ രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധേയത്വം മാതൃഭൂമിയോടോ അത് പ്രതിനിധാനം ചെയ്യുന്നവരോടോ ഉണ്ട് എന്നതിനപ്പുറം ആ ഒരു വിധേയത്വം നമുക്ക് കാണിക്കാൻ കഴിയുമോ? മക്കാ രാജ്യത്തിന്റെ അതിർത്തി വരമ്പിൽ താഴ്ച വെച്ചിരിക്കുന്ന കൊലക്കയറിലേക്ക് കൊണ്ടുപോയി ആ കൊലക്കയറ് തന്റെ കരുത്തിലേക്ക് വീഴാൻ പോകുമ്പോ മരണത്തെ മുഖാമുഖം കാണാൻ പോകുമ്പോ കൊലക്കയറ് കയ്യിലേക്ക് തന്റെ കരുത്തിലേക്ക് മുറുകാൻ പോകുമ്പോ ഈ സുന്ദരിയായ പെണ്ണിനെയും ഭൗതിക ലോകത്തിന്റെ സർവ്വ നിനക്ക് തരാ. പക്ഷേ നിന്റെ നേതാവായ മുഹമ്മദിനെ നിന്റെ നാവ് കൊണ്ടൊന്ന് തള്ളി പറഞ്ഞാൽ നിന്റെ മരണശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് പറയുമ്പോ നാവ് കൊണ്ട് പറയുന്നൊരു വാക്കുകൊണ്ട് തന്റെ ജീവൻ തന്നെ രക്ഷപ്പെടുത്താമെന്നിരിക്കെ കൊലക്കയറ് തന്നെ മൂക്കിന്റെ മുമ്പിൽ കിടന്ന് തൂങ്ങിയാടുമ്പോ ആ സമയത്തും മരണത്തിന്റെയും ജീവിതത്തിന്റെയും പ്രതീക്ഷയുടെ
ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു തആല ഇല്ല ഇല്ല, ഈ കൊലക്കേർ വന്നയുടെ കഴുത്തിലേക്ക് മുറുകിയാലും എന്റെ നാവിന് ജീവനുള്ളിടത്തോളം കാലം, എന്റെ സിരകളിലൂടെ രക്തം പ്രവഹിക്കുന്നോളം കാലം, എന്റെ പ്രവാചകന്റെ കാലിനോട് മുള്ളുകൊള്ളുന്നത് ഖുബൈബ് സഹിക്കില്ലെന്ന് പറഞ്ഞ തന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ കാലിനോട് മുള്ളുകൊണ്ടാൽ അതുപോലും എനിക്ക് സഹിക്കില്ലെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് അപഹസിക്കാൻ പറഞ്ഞപ്പോ അതിന് തയ്യാറാവാതെ സ്വന്തം ജീവൻ കൊടുത്ത ഖുബൈബ് റളിയല്ലാഹു അൻഹു കരുമരത്തിൽ കിടന്ന് തൂങ്ങിയാടുമ്പോ أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية وادخلي في عبادي وادخلي جنتي. പ്രിയപ്പെട്ട നേതാവായ ഹബീബിനോടുള്ള സ്നേഹ കാരണത്താൽ തൂക്കുകയറിയേറ്റുവാങ്ങിയ ഖുബൈബിന്റെ പേരില് ആകാശത്ത് നിന്ന് സ്വാഗതം പറഞ്ഞിട്ട് ഖുർആൻ ഇറങ്ങിയതെങ്കിൽ മാതൃഭൂമിക്കാരനോട് ഉറക്കെ പറയാ, ഈ ക്ലിപ്പ് കേൾക്കുന്നവരെ നാളെ നീ വാക്കാരെങ്കിലും കേൾക്കുന്നുണ്ട്, മാതൃഭൂമിക്കാരനോട് പറയാ, ആരെയാണ് നിങ്ങളെ പ്രകോപിപ്പിക്കുന്നതെന്നറിയോ? നിങ്ങൾക്ക് നന്നായിട്ടറിയാൻ തെരഞ്ഞെടുപ്പെടുക്കുമ്പോ ഫാസിസത്തിന്റെ അജണ്ട നടപ്പാക്കിയിട്ട് മുസ്ലിം ചെറുപ്പക്കാരെ തെരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അല്ലാഹുവിന്റെ റസൂലിനെ പരിഹസിക്കലാണെന്ന് തിരിച്ചറിയുന്ന രാഷ്ട്രീയ സാമുദായിക സ്പർദ്ധയുടെ ഉപജാപക നാടകശാലകളുടെ പുറകിൽ തിരക്കഥമണിയുന്ന മാതൃഭൂമിക്കാരാ പ്രകോപിച്ചിട്ട് മുസ്ലിം ചെറുപ്പക്കാർ തെരഞ്ഞിറങ്ങിയാൽ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി മരിക്കാൻ തയ്യാറായാൽ ആ മരിച്ചാൽ ഖുർആന്റെ ആയത്ത് പറയുന്ന സ്വാഗതത്തിന്റെ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പിക്കുന്ന ചെറുപ്പക്കാരാണ് മുസ്ലിം ചെറുപ്പക്കാർ. തങ്ങളുടെ പ്രവാചകന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാൽ ആ ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള സമുദായത്തെയാണ് വൈകാരികമായി പ്രകോപിപ്പിക്കുന്നതെന്ന് മാതൃഭൂമിക്കാരനോട് പറയാ. അല്ലാഹുവിന്റെ റസൂലിനെ ഞങ്ങളുടെ ഹബീബായ മുത്തിന് വേണ്ടി മരിച്ചാൽ നിങ്ങളെ കളിയാക്കിക്കൊണ്ടെഴുതിയ ഹൂർണീങ്ങളെ സ്വർഗത്തിൽ ഞങ്ങളെ കാത്തിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. മാതൃഭൂമിക്കാരൻ ഹൂർണീങ്ങളെ പറഞ്ഞിട്ട് കളിയാക്കുമ്പോ വെറുതെ പറഞ്ഞ് നിനക്കേറാക്കണ്ട, ഹൂർണീങ്ങളുടെ കഥ പറഞ്ഞിട്ട് മരിച്ചാൽ ഹൂർണീങ്ങളുടെ പെണ്ണുങ്ങളെ കിട്ടുമെന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ കളിയാക്കുമ്പോ ഐതിഹ്യങ്ങളിലും പ്രമാണങ്ങളിലും ഇതിഹാസങ്ങളും ഗോപികമാരുടെ സ്വയംവരത്തെയും ശയനമുറിയിലെ അന്തപുരത്തിന്റെ കഥകളെയും മഹാത്മം നടത്തിയിട്ട് പ്രസിദ്ധീകരിക്കുന്ന മാതൃഭൂമിക്ക് എപ്പോഴാ മുസ്ലിം സമുദായത്തിന്റെ ഹൂർണീങ്ങൾക്ക് വൈകാരികമായ അനുഭവം മാറിയത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇന്ന് വെച്ച് ഇൻഷാ അല്ലാഹ് തീരുമാനമെടുക്കണം. അല്ലാഹുവിന്റെ റസൂലിനോട് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നാളെ ഹബീബായ നബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കോരി കുടിക്കണമെങ്കിൽ ഹബീബായ നബി ഞങ്ങളെ ചോദിക്കില്ല നമ്മളോട് വലഹുൽ വസീലത്തു വൽ ഫളീലത്തു വൽ ഉലാ വമഖാമുൽ മഹ്മൂദ് യൗമൽ മൗഇദി. പരലോകത്ത് എല്ലാവരും എന്നെ പരിഹസിച്ചപ്പോ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അബൂബൈദ റളിയല്ലാഹു തആല വന്നിട്ട് പറയും, നബിയേ ഉഹദിന്റെ രണാങ്കണത്തിൽ മക്കാ കുഫാറുകളുടെ നെഞ്ചിലേക്ക് അസ്ത്രം കൊടുത്തു വിട്ടപ്പോ ആ പാഞ്ഞു വന്ന അസ്ത്രത്തെ എന്നെ നെഞ്ചുകൊണ്ട് തടുത്തു നിർത്തിയിട്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ അങ്ങയുടെ മുമ്പിൽ പരിതയായി അസ്ത്രങ്ങൾ എന്റെ നെഞ്ചിലേക്ക് പുറത്ത് കയറിയപ്പോ അങ്ങക്ക് വേണ്ടി ചാവേറായ ആളാണ് ഞാൻ അബൂബൈദ റളിയല്ലാഹു തആല പറയുമ്പോ ചിതറിത്തെറിച്ച കുടൽമാലകളെ കയ്യിൽ പിടിച്ചിട്ട് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു എന്റെ ഹബീബായ മുസ്ലിമിന്റെ സംരക്ഷകനായപ്പെടാ കുടൽമാലകളെ ചാവേറുകളെ കടിച്ചു കുത്തിയതെന്ന് പറയുമ്പോ ആ മാതൃഭൂമി പത്രം അല്ലാഹുവിന്റെ റസൂലിനെ അപഹസിക്കുമ്പോ നാളെ നമ്മൾ പറയണ്ടേ, നബിയേ അങ്ങേ അപഹസിച്ചവരോട് വൈകാരികമായിട്ടല്ല, നാളെ ട്രാൻസ്പോർട്ട് ബസിന്റെ ടയർ കുത്തിക്കിരിയിട്ട് കാര്യമില്ല, നാളെ മാതൃഭൂമിയുടെ ഓഫീസിനെ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. തീരുമാനിക്കണം ഇൻഷാ അല്ലാഹ് എന്റെ ഹബീബിനെ കുറിച്ച് അപഹസിച്ചു പറഞ്ഞ മാതൃഭൂമിയുടെ ദിനപത്രം ബഹിഷ്കരിക്കുമെന്ന്, മാതൃഭൂമിയുടെ ചാനൽ ബഹിഷ്കരിക്കുമെന്ന്, മാതൃഭൂമിയിൽ ഞങ്ങൾ പരസ്യപ്പെടുത്തില്ലെന്ന്, ആ മാതൃഭൂമിയെ പൂർണ്ണമായി ബഹിഷ്കരിച്ചിട്ട് വൈകാരികമായി പ്രതികരിക്കുന്നതിനപ്പുറം വിവേകരമായി പ്രതികരിച്ചിട്ട് നമ്മുടെ ഹബീബായ മുത്തിനെ പരിഹസിച്ച പത്രമെടുത്തിട്ട് നാളെ രാവിലെ തുറക്കലിലെ ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഈ സദസ്സിൽ ഞാൻ ആദ്യമായിട്ട് പറയാ, എന്റെ പ്രിയപ്പെട്ട
സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇനി നമ്മുടെ ടിവിയിലും മാതൃഭൂമിയുടെ ചാനൽ ഉണ്ടാവാൻ പാടില്ല. പരസ്യമായി മാപ്പ് പറയട്ടെ, പറയാതിരിക്കട്ടെ. 982 മുതൽ ഈ സമുദായത്തിന് പോസ്റ്റ്മോർട്ടം ചെയ്തതിനെ പരിഹസിക്കുന്ന മാതൃഭൂമിയുടെ കുറ്റപത്രം ഇന്ന് ഇവിടെ വെച്ച് ബഹിഷ്കരിക്കാൻ ഇനി മരിക്കുന്നത് വരെ എന്റെ ഹബീബായ മുത്തിന്റെ ചാരത്തേക്ക് പരലോകത്തേക്ക് നടക്കുന്നത് വരെ മാതൃഭൂമിയുടെ ദിനപത്രം ഞാൻ ഇനി ഉപയോഗിക്കില്ലെന്ന് ഈ സദസ്സ് ഇൻഷാ അല്ലാഹ് തീരുമാനമെടുക്കണം. അങ്ങനെ തീരുമാനമെടുത്തിട്ട് മുത്തിനോട് ഹബ്ബുള്ളവർ, മദീനയോട് സ്നേഹമുള്ളവർ ആ തീരുമാനം ഇൻഷാ അല്ലാഹ് ഓരോരുത്തരെയും കൈ പൊക്കി വെച്ചിട്ട് ഈ സദസ്സിൽ വെച്ചിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, മനസ്സുകൊണ്ടങ്ങനെ തീരുമാനമെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ തീരുമാനിച്ചവരൊക്കെ കൈപൊക്കി പിടിക്കുക ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് സഹോദരിമാരടക്കം മാതൃഭൂമിയുടെ കൈപൊക്ക്. മലയാളത്തിന്റെ മണ്ണിലെ സൗഹാർദ്ദം തകർത്ത് എന്റെ ഹബീബിനെ പരിഹസിച്ച മാതൃഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു പത്രമോ ഒരാഴ്ചപ്പതിപ്പോ ഒരു ടിവി ചാനലോ അതുമായി ബന്ധപ്പെട്ട ഒരു പരസ്യം പോലും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കൊടുത്തില്ല. കൊടുത്താൽ അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് പൊറുക്കില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാതൃഭൂമി പത്രം കണ്ടാൽ ആ പത്രം എടുത്തിട്ട് പോസ്റ്റ് കൊടുക്കാൻ ഉപയോഗിക്കും. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അത് വായിച്ച ഒരാൾക്ക്, അതുകൊണ്ട് ഞാൻ ആ മാതൃഭൂമിയുടെ പരാമർശം നടത്തിയ ആളുകൾ അത് വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്യരുത്. ഇത് വായിച്ച് രസിക്കാൻ കൊള്ളാവുന്നതല്ല. നമ്മുടെ ഉമ്മായെ കുറിച്ച് ഒരാൾ അപവാദ കഥ എഴുതിയാൽ നമ്മളത് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ട് രസിക്കില്ലല്ലോ. അതുകൊണ്ട് ആ വന്ന ഒരു കുട്ടികളും അതിന് ഫോർവേഡ് ചെയ്യാൻ പാടില്ല. അത്രയ്ക്കും മോശമായി ആയിഷ റളിയല്ലാഹു തആല ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് എഴുതിയ മാതൃഭൂമിയുടെ ദിനപത്രം എം പി വീരേന്ദ്രകുമാറിനോട് ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലപ്പുറം ഒരു സാമൂഹ്യ സാംസ്കാരിക നായകൻ എന്ന രീതിയിൽ പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതൊക്കെ മനസ്സിൽ നിൽക്കാറാവും. അതുകൊണ്ട് ഇത് വെറും ഒരു വാക്കല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ഇന്നാണ് സലാത്ത് കൂടുതൽ ചെല്ലേണ്ടത്.